തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് 16 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. മാർച്ച് 5-ന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചു കാണാതായ അഭിജിത്തായിരുന്നുവെന്ന് സുഹൃത്ത് മൊഴി നൽകി. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചുവെന്നും രേഖകളില്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത്. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, നേരത്തെ വീട്ടുകാർക്കൊപ്പം സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമായതാണ്, അവർ നൽകിയ പരാതി ചിത്രം സഹിതം നൽകിയിട്ട് പോലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല, ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല. ഒടുവിൽ സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത് ട്രെയിൻ തട്ടി മരിച്ചത് അഭിജിത്താണ് എന്ന്. ഈ പോലീസിൻ്റെ വീഴ്ച എത്രമാത്രം വലുതാണ്? കൃഷ്ണരാജ, നിരവധി ചോദ്യങ്ങളാണ്. അതിന് ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് മുൻപിലും കുടുംബത്തിന് മുൻപിലും നിൽക്കുകയാണ്. കാരണം മാർച്ച് 3-ാം തീയതിയാണ് ഈ വീട്ടിൽ നിന്നും, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നും അഭിജിത്ത് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് 2 ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു മരണ വാർത്ത ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അഭിജിത്ത് മരിച്ചു, അഭിജിത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചു എന്നുള്ളത്. അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്. എങ്ങനെ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അഭിജിത്ത് എത്തി? അവിടെ എന്തായിരുന്നു സംഭവം? അവിടെ എങ്ങനെ അഭിജിത്ത് മരണത്തിലേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലും നിൽക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും BJPയും അടക്കമുള്ള സംഘടനകളും പാർട്ടികളും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. കുടുംബം വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഒരു സാധാരണ മരണമായി അല്ലെങ്കിൽ ഒരു അപകട മരണമായി അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതൊരു ദുരൂഹത നിറഞ്ഞൊരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് കുടുംബം ഈ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജോലിക്ക് നിന്ന സ്ഥാപനത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സാമ്പത്തികമായി നൽകേണ്ട ജോലി ചെയ്ത ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ അഭിജിത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. അതടക്കം ചോദിച്ചപ്പോൾ അഭിജിത്തിന് മർദ്ദനം അടക്കം ഏൽക്കേണ്ടി വന്നിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മർദ്ദനം ഏറ്റിരുന്നു. അത് കുടുംബത്തെ കാണിച്ചിരുന്നു. വലിയ രീതിയിൽ ശാരീരികമായും മാനസികമായും ഒക്കെ തളർന്ന രീതിയിലാണ് അഭിജിത്തിനെ കാണപ്പെട്ടിരുന്നത്. മാർച്ച് 3-ന് മുൻപിൽ ഒപ്പം തന്നെ അമ്മ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം നടന്ന മാർച്ച് 3-ാം തീയതി അഭിജിത്തിനെ കാണാതാകുന്നു. മാർച്ച് 5-ന് അഭിജിത്ത് മരണപ്പെടുന്നു. അഭിജിത്തിന്റെ മരണം ഔദ്യോഗികമായി നടക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് അഭിജിത്തിനൊപ്പം അഭിജിത്തിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഒരു സുഹൃത്ത് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി, അതായത് വട്ടപ്പാറ പോലീസിലാണ് പരാതി നൽകുന്നത് മാർച്ച് 14-ാം തീയതി. അതിനുശേഷം ഏകദേശം ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസന്വേഷണം കൃത്യമായി നടന്നില്ല. ഏറ്റവും ഒടുവിലായി അമ്മയ്ക്കൊപ്പം സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുകയും അതിനുശേഷമാണ് പോലീസിന് മൊഴി നൽകുന്നത്. ഇത്തരത്തിൽ അഭിജിത്ത് മരണപ്പെട്ടിരുന്നു പേട്ട പോലീസ് സ്റ്റേഷൻ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ സുഹൃത്ത് ആ മരണം അറിഞ്ഞു? ആ സുഹൃത്ത് ഒപ്പം ഉണ്ടായിരുന്നു? അത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമായിരുന്നു? ട്രെയിൻ തട്ടിയുള്ള മരണമാണോ? അതോ ട്രെയിനിൽ നിന്ന് ചാടിയതാണോ? അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരം നൽകേണ്ടത് പോലീസാണ്. പക്ഷേ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്. 5-ാം തീയതി മാർച്ച് 5-ന് അഭിജിത്തിൻ്റെ മരണം നടന്നതിന് ശേഷം ഏകദേശം ഏപ്രിൽ 5 വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. പിന്നീട് അവകാശികൾ ആരും വന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം ആ സംസ്കാരം നടത്തുന്നു. പക്ഷേ ഒരു കാണാനില്ല പരാതി വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആ പരാതി ഫോർവേഡ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് പേട്ട പോലീസ് അത് അറിഞ്ഞില്ല? അല്ലെങ്കിൽ ആ പരാതി കണ്ടില്ലേ? ആ പരാതിയിൽ ഉള്ള കാണാനില്ല എന്ന് പറയുന്ന 16-കാരൻ തന്നെയാണോ ഇവിടെ മരണപ്പെട്ടത് എന്നതടക്കമുള്ള കാരണത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ടില്ല പോലീസ്. ഒപ്പം തന്നെ ഈ ഒരു മാച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ മൃതദേഹം സംസ്കരിച്ചത് അത് പേട്ട പോലീസിന്റെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയെ തന്നെയാണ് കാണുന്നത്. എന്നാലും ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഗുരുതര ആരോപണങ്ങളാണ് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെതിരെയും ഒപ്പം തന്നെ ജോലിക്ക് നിന്ന സ്ഥാപനത്തിനെതിരെയും ഒക്കെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതൊരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് കുടുംബം ഈ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതിലൊരു വ്യക്തത തേടണം, അതിലൊരു കൃത്യത വരുത്തണം എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതാണ്. ഇപ്പോൾ BJP അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ശക്തമായ പ്രതിഷേധം നടക്കുക. കാരണം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കുട്ടി, അതൊരു കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ മരണമാണ് ഇത്തരത്തിൽ ലഘൂകരിച്ച്, അല്ലെങ്കിൽ ആ മരണം ശരിയായ രീതിയിലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ വിവരങ്ങൾ കൃത്യതയോടെ അറിയിച്ചിരുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ്. എന്തായാലും ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.